أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فصل لربك وانحر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കൗസർ ആയത് നമ്പർ 3. അർത്ഥം: അതിനാൽ നീ നിന്റെ നാഥനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രവിച്ച ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു നൽകിയ വിശദീകരണം തഫ്സീറെ കബീറിൽ നിന്ന് കേൾപ്പിക്കുവാൻ പോവുകയാണ്. ഹുസൂർ ഈ ആയത്തിന്റെ വിശദീകരണത്തിന്റെ ആരംഭത്തിൽ പറയുന്നു, സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം നമസ്കാരവും അതുപോലെ പ്രാർത്ഥന എന്നുമുണ്ട്. അതായത് ഫസ്വല്, ഇവിടെ ഫസ്വലിയിൽ ഫ എന്ന പദം വന്നിരിക്കുന്നു. അതിനാൽ അറബി ഭാഷയുടെ നിയമപ്രകാരം അത്തഫ്, അതായത് മറ്റൊന്നിൻ്റെ അർത്ഥമായി വരുന്നു. ഫ എന്ന പദം വന്നു കഴിഞ്ഞാൽ ആ പദം, ഫ എന്ന പദം വന്നിട്ടുള്ള വാക്ക് അത് മറ്റൊന്നിൻ്റെ അർത്ഥമായി മാറുന്നു. അതല്ലെങ്കിൽ ഫ എന്ന പദം ഒരു വാക്കിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആക്കിബത്ത് ആയിത്തീരുന്നതാണ്. അതായത് അതിൻ്റെ അവസാനത്തിൻ്റെ അർത്ഥവുമായി ഉപയോഗിക്കുന്നു. ഇവിടെ ഹുസൂർ അതിനെ കൂടുതലായി വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പറയുന്നു, എപ്പോഴെങ്കിലും മറ്റൊന്നിൻ്റെ അർത്ഥമായി വരുന്ന സാഹചര്യത്തിൽ ഫ എന്ന പദം വന്നതുകൊണ്ട് ആ വാക്ക് അത്ഫായി പോവുകയാണ്, അതായത് മറ്റൊന്നിൻ്റെ അർത്ഥമായി പോവുകയാണെങ്കിൽ സാധാരണ അതിൽ ഉള്ള ക്രമീകരണത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ക്രമീകരണത്തിലൂടെ നമുക്ക് ഇത് അത്ഫാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അതിലെ ഫ എന്ന വാക്കിന് ശേഷം ഏതൊരു പ്രവർത്തനമാണ് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, അത് ആ ഫ എന്ന പദത്തിൻ്റെ മുമ്പ് പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തിന് ശേഷം നടന്നിട്ടുള്ള കാര്യമായിരിക്കും. അതായത് ഫ എന്ന പദം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള വാക്കിൽ എന്തു കാര്യമാണോ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, അത് ഫ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ്, പദം ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് കാര്യമാണോ പറഞ്ഞിട്ടുള്ളത് ആ പ്രവർത്തന ശേഷമായിരിക്കും ഇത് നടന്നിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഹുസൂർ പറയുന്നു, അതുകൊണ്ട് ഇവിടെ ആക്കിബത്തിന്റെ അർത്ഥമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം നിനക്ക് കൗസർ നൽകി, അതുകൊണ്ട് നീ നമസ്കാരം നിർവഹിക്കുക, ത്യാഗം ചെയ്യുക, അതല്ലെങ്കിൽ നീ ദുആകൾ ചെയ്യുക, ത്യാഗങ്ങൾ സമർപ്പിക്കുക എന്നാകുന്നു. പിന്നീട് ഹുസൂർ മുന്നോട്ട് പറയുന്നു, ഇൻഹറ, നഹറ എന്ന പദത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ഇവിടെ ഹുസൂർ മുന്നോട്ട് പറയുന്നു, നഹറസ്വലാത്ത എന്ന ഒരു അർത്ഥം വരുന്നു. അതിൻ്റെ വിശദീകരണം സ്വല്ലാഹ ഫി അവ്വലി വക്തിഹ, അതായത് അത് അവൻ നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിച്ചു. ഹുസൂർ പറയുന്നു, എല്ലാ നമസ്കാരത്തിനും 2 സമയമുണ്ട്. ഒന്ന് ആ നമസ്കാരത്തിൻ്റെ ആദ്യ സമയം, ആരംഭ സമയം, മറ്റൊന്ന് അതിൻ്റെ അവസാന സമയം. ഉദാഹരണത്തിന് സുഹർ നമസ്കാരത്തിന്റെ സമയം സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റി ഒരു വസ്തുവിൻ്റെ നേൽ അത് അതിനേക്കാൾ കൂടുതലായി, അതായത് നേൽ 1/4 ഭാഗം ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനേക്കാൾ കൂടുതലായി വർദ്ധിക്കുന്നതുവരെ അതിൻ്റെ സമയം തുടരുന്നു.
അതായത് ളുഹർ നമസ്കാരത്തിന്റെ സമയം തുടരുന്നു. അവിടെ നിന്ന് അസർ നമസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നു. അത് പ്രകാശം മങ്ങുന്നത് വരെ ആ സമയം നിലനിൽക്കുന്നു. പിന്നീട് സൂര്യാസ്തമയം മുതൽ മഗ്രിബ് നമസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നു. അങ്ങനെ സന്ധ്യയുടെ വെളിച്ചം മായുന്നത് വരെ ആ സമയം നിലനിൽക്കുന്നു. പിന്നീട് ഇശാ നമസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നു. ചിലരുടെ അഭിപ്രായ പ്രകാരം ആ സമയം രാത്രി 12:30 വരെ നിലനിൽക്കുന്നു എന്നും ചിലരുടെ അഭിപ്രായത്തിൽ ആ ഇശായുടെ നമസ്കാര സമയം ഫജർ നമസ്കാരത്തിന്റെ സമയം വരെ നിലനിൽക്കുന്നു എന്നാണ്. അങ്ങനെ പ്രഭാതം ആരംഭിക്കുന്നത് മുതൽ മുതൽ ഫജർ നമസ്കാര സമയം ആരംഭിക്കുന്നു. അത് സൂര്യൻ പൂർണ്ണമായി അല്ലെങ്കിൽ സൂര്യൻ പുറത്തു വരുന്നത് വരെ ആ സമയം നിലനിൽക്കുന്നു. അതുകൊണ്ട് എല്ലാ നമസ്കാരത്തിനും അതിൻ്റെ ചില ആരംഭ സമയവും അതുപോലെ അതിൻ്റെ അവസാന സമയവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിലെ ദർസുകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്.